ആക്ച്വലി ഈ സമൂഹത്തിൽ ഒരു സ്ത്രീക്കും പുരുഷനും ഉള്ള അതേ സമത്വം തന്നെ ഒരു ട്രാൻസ് പേഴ്സണും ഉണ്ട്. എവിടെയും ഈ ഒരു കാറ്റഗറിയിൽ പെട്ടവരെ എപ്പോഴും അപമാനിക്കുന്ന വിധത്തിലുള്ള ഒരു സംഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമസ്കാരം, ചെല്ലാനം മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളം നഗരത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നായ ക്യൂൻസ് വേയിലാണ്. എന്തിനാണെന്നല്ലേ, നമ്മുടെ ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി സ്വദേശിയായ ഒരു വിശിഷ്ട വ്യക്തിത്വം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. മറ്റാരുമല്ല, അബിൽ റോബിനാണ്. ഡിസൈനറും അതുകൂടാതെ മേക്കപ്പ് ആർട്ടിസ്റ്റുമായ ഒരു കലാകാരനും കൂടിയാണ്. അപ്പോൾ നമുക്ക് അബിൽ റോബിനെ പരിചയപ്പെടാം. അബിൽ, ചെല്ലാനം മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഫാഷൻ ഡിസൈനറും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ താങ്കൾ ഒരു ഗ്രാമത്തിൽ നിന്നും ഈ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ സാധിച്ചത് എങ്ങനെയാണ്? നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഗ്രാമത്തിൽ നിന്ന്, നമ്മളുടെ കണ്ണമാലി എന്ന് പറയുന്ന ആ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, സംഗീതത്തിലാണെങ്കിലും പെയിൻറ്റിങ്ങിലാണെങ്കിലും എല്ലാത്തിലും താല്പര്യമുള്ളൊരു കക്ഷിയായിരുന്നു. സംഗീതത്തിലാണെങ്കിലും ഞാൻ ചെറുപ്പത്തിലേ പഠിച്ച അങ്ങനെയൊക്കെ ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫാഷൻ ഫീൽഡിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞോട്ട് എൻ്റെ ഡ്രസ്സുകൾ ഞാൻ ചെറുപ്പത്തിലേ തന്നെ എൻ്റെ ഡ്രസ്സുകൾ എന്താണെങ്കിലും ഞാൻ ഡിസൈൻ ചെയ്ത് എൻ്റെ ഡ്രസ്സുകൾ ഞാൻ തന്നെ മാക്സിമം എന്തെങ്കിലും ഡിസൈൻ ചെയ്തിട്ടൊക്കെ ചെയ്യുള്ളായിരുന്നു. അത് ചെറുപ്പം മുതലുള്ള ഒരു ഇതായിരുന്നു. ആ ഒരു പ്രവണത വളർന്നു വന്നു കഴിഞ്ഞപ്പോഴും ഉണ്ടായി. പിന്നെ ഈ ഫീൽഡിലേക്കുള്ള ഒരു എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ടാണ്. ഗ്രാഫിക് ഡിസൈനറായിട്ട് വളവിയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ വളവിയിലെ സാറാണ് എന്നോട് പറഞ്ഞത്, നിനക്ക് ഫാഷൻ ഫീൽഡും കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ആ ഒരു ഉപദേശമൊക്കെ കിട്ടിയപ്പോൾ അതിലൂടെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ശരിക്കും പറഞ്ഞാൽ എൻട്രി ചെയ്യുന്നത്. അബിൽ, ഇപ്പോൾ നിലവിൽ താങ്കളുടെ എത്ര ഷോകൾ നടന്നിട്ടുണ്ട്? മൺസൂൺ നൈറ്റ് എന്നാണ് ഞാൻ നടത്തിയത്. എൻ്റെ പേരിൽ നടന്നിട്ടുള്ള ഷോകളുടെ പേര് മൺസൂൺ നൈറ്റ് എന്നാണ്. മൺസൂൺ നൈറ്റ് എന്നുള്ള പേരിൽ 3 ഷോസാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. 2 കൊച്ചിയിൽ വെച്ചിട്ട് തന്നെ നടന്നത്. 3ാമത്തേത് നടന്നത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ്. ആക്ച്വലി മൺസൂൺ നൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ മേക്കപ്പും കോസ്റ്റ്യൂമും കൂടി ചേർന്നിട്ടുള്ള ഒരു ഷോ ആയിരുന്നു. അത് പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഷോ ആയിരുന്നു മൺസൂൺ നൈറ്റ് നടന്നത്. അത് 1ഉം 2ഉം കൊച്ചിയിൽ ഐലൻഡ് ഡി കൊച്ചിൻ എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ് നടന്നത്. അത് ഫസ്റ്റ് നല്ല ഫ്ലോപ്പായിരുന്നു. സെക്കൻഡ് ചെറിയൊരു ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. തേർഡ് വന്നിട്ട് ഞങ്ങൾ ഹൈദരാബാദ് ഇൻഡിവുഡിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് എനിക്കത് ചെയ്യുവാൻ സാധിച്ചത്. അത് വളരെ നന്നായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചു. അബിൽ, അതിനിടയിൽ മായാനദി പോലുള്ള ഒരു ഫിലിമിൽ താങ്കൾ അഭിനയിച്ചിരുന്നല്ലോ, അപ്പോൾ അതിന് വഴി തുറന്നത് എങ്ങനെയാണ്? മായാനദി മൂവിയിലേക്ക് വരുന്നത് ആക്ച്വലി അഭിനയം എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടോ, അങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ ബെന്നി കട്ടപ്പന. ബെന്നി ചേട്ടൻ ഇങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ടും പറഞ്ഞു, അബിൽ ഇങ്ങനെ ഒരു ആഷിഖ് അബുവിൻ്റെ ഒരു മൂവിയുണ്ട്, അപ്പോൾ ആ മൂവിയിലേക്ക് ഒരു ക്യാരക്ടറിന് വേണം. അവർ കുറേ പേര് അതിനു വേണ്ടി നോക്കിയിരുന്നു. അവസാനം ആളെ കിട്ടാതായി കഴിഞ്ഞപ്പോഴേക്കും ആ ക്യാരക്ടറിനെ ഉപേക്ഷിക്കാനായിട്ടുള്ള സീനാണ്. അപ്പം നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ മൂവിയിലേക്ക് വരുന്നതും അഭിനയിക്കുന്നത്. ഇനി ചോദിക്കാൻ പോകുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡറുകളെ അംഗീകരിക്കാൻ മടിയുള്ളൊരു സമൂഹമാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു പുരുഷനിൽ നിന്ന് ഉള്ളൊരു മാറ്റം, അതിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരുന്നു താങ്കളുടെ? അപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്.
പുരുഷനിൽ നിന്ന് ട്രാൻസ്ജെൻഡറിലേക്കെന്ന് പറഞ്ഞത് തെറ്റാണ്. ആക്ച്വലി പുരുഷൻ, സ്ത്രീ, ട്രാൻസ്ജെൻഡർ അങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. ഇതിൽ തന്നെ പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്കും സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്കും ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ട്രാൻസ്ജെൻഡർ എന്ന കാറ്റഗറിയിൽ ഞാനൊരു എന്താ പറയുക ട്രാൻസ് വുമൺ എന്ന് അറിയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പുകൾ ആവശ്യമില്ല. ഞാനൊരു ട്രാൻസ് വുമൺ ആണ് എന്ന് എനിക്ക് ചെറുപ്പം മുതലേ തന്നെ അറിയാമായിരുന്നു. പിന്നെ നമ്മളുടെ സമൂഹത്തിൽ എൻ്റെ നാട്ടിൽ എനിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പുരുഷനായി മാത്രമേ എനിക്ക് ജീവിക്കുവാൻ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ പുരുഷനെന്ന സത്വത്തിൽ ജനിച്ചു പോയി എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് എനിക്ക് പുരുഷനായിട്ട് തന്നെ ജീവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിൽ പലപ്പോഴും എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ സത്വം വെളിപ്പെടുത്തുവാനായിട്ട്. ഇപ്പോഴും ഞാൻ നാട്ടിൽ വരുമ്പോൾ ഒരുപക്ഷെ ഞാൻ ഇതുപോലെ ആയിരിക്കില്ല, കുറച്ചും കൂടി ജെൻസ് ലുക്കിലായിരിക്കുള്ളൂ വരുന്നത്. കാര്യം വേറൊന്നും കൊണ്ടല്ല, അത് ബന്ധങ്ങളെ എനിക്ക് കീപ്പ് ചെയ്യേണ്ടതുള്ളത് കൊണ്ടാണ്. എനിക്ക് ബന്ധങ്ങൾ ഇട്ടെറിഞ്ഞിട്ട് പോകാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാനത് കീപ്പ് ചെയ്യുന്നത്. അബിൽ ഫേസ്ബുക്കിൽ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അബിൽ സെലിബ്രിറ്റീസിൻ്റെ ഒപ്പം നിന്ന് എടുത്തിട്ടുള്ള പിക്സൊക്കെ. അപ്പോൾ അവരെയൊക്കെ എല്ലാം ഫിലിമിൽ മേക്കപ്പ് ചെയ്തിട്ടുള്ളതാണോ? ആക്ച്വലി മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇപ്പോൾ എടുത്തു പറയാനായിട്ട് ആരെയും ഞാൻ പറയുന്നില്ല. ഒട്ടുമിക്ക ആക്ട്രസിനെയും ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ മുൻനിര നായികമാരായാണെങ്കിലും ഇപ്പോൾ വരുന്നവരെ ആണെങ്കിലും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിലെ ഇത്തരം മാറ്റങ്ങൾക്കായിട്ട് എടുക്കുന്ന ആളുകളോട് പൊതുവെ വളരെ മോശമായും പിന്നെ അവരെ അപമാനിക്കുന്ന രീതിയിലുമാണ് ആളുകൾ പെരുമാറുന്നത്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ അബിലിനുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സമൂഹത്തിൽ അപമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. ആക്ച്വലി ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ എന്താ പറയുക ഒരു സ്ത്രീയുടെ ഒരു ഇതിൽ നടക്കുമ്പോൾ എനിക്ക് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ ഒരു ജെൻസായിട്ടാണ് പുറത്ത് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നീട് ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ സമയത്താണ്, അതായത് ഒരു ഫീമെയിലിലേക്കുള്ളൊരു ട്രാൻസ്ഫോം ചെയ്ത സമയത്താണ് ആളുകൾ കുറച്ചും കൂടി നോക്കാനും അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഇഷ്യൂസേ ഇല്ല. ആരും നമ്മളെ പ്രത്യേകിച്ച് നോക്കുന്നു, അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഇപ്പോൾ ഉണ്ടാവാറില്ല. ഇങ്ങനൊരു മാറ്റം അബിൻ്റെ ഫാമിലി അതെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തത്? ആക്ച്വലി എൻ്റെ ഫാമിലിക്ക് ഒരു വിധത്തിലും ഞാൻ ചെറുപ്പം മുതലിപ്പോൾ ഈ കണ്ണെഴുതിയാണെങ്കിലും അങ്ങനെയൊക്കെ നടന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അവരെന്നെ ഒരു കാര്യത്തിലും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ ഈ ഒരു എന്താ പറയുക ട്രാൻസ് വുമണായിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പോലും എല്ലാവരും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും എൻ്റെ സ്റ്റാറ്റസും പോസ്റ്റുകളെല്ലാം എൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ ബ്രദേഴ്സും സിസ്റ്റേഴ്സ് എല്ലാവരും കാണുന്നുണ്ട്. അവർക്കൊന്നും അതിനെക്കുറിച്ച് ബോധേഡല്ല. അവർക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചും ഞങ്ങൾ തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെക്കുറിച്ച് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് സപ്പോർട്ടല്ല, അവർ പ്രത്യേകിച്ച് എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. നീ ഇങ്ങനെ നടക്കരുത്, അങ്ങനെ നടക്കരുത്, ഞങ്ങൾക്ക് നാണക്കേടാണ്, അങ്ങനെ ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. അബിൽ മേക്കപ്പിൽ എന്തെല്ലാമാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? മേക്കപ്പ് ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യലൈസിങ് എന്ന് പറയുന്ന ഒരു സംഭവമൊന്നും ഇല്ല. കാര്യം ഞാൻ ഈ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ അമ്മയുടെ പേരിൽ മോണിക്ക ഫാഷൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ പേരിൽ നമ്മളുടെ കൊച്ചിയിൽ തന്നെ ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് ഞാൻ മേക്കപ്പ് രംഗത്തേക്ക് വരുന്നത്. ഗ്രാഫിക് ഡിസൈനറായിരുന്നു, അവിടെ നിന്ന് ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നു.
ഫോട്ടോഗ്രാഫിയിൽ നിന്നിട്ട് ഞാൻ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ വെഡ്ഡിങ്ങിനാണെങ്കിൽ ആ കപ്പിൾസിനെ ഞാൻ മേക്ക് ഓവർ ചെയ്യും, അവരുടെ കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്യും. അതാണ് എൻ്റെ ഇതിലെ ഈ ഫീൽഡിലേക്കുള്ള ഒരു എൻട്രി. അപ്പോൾ മേക്കപ്പിൽ എന്ന് മാത്രമല്ല ഞാൻ പല കാര്യത്തിലും ഇതിൽ എന്താ പറയുക ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ സ്വയം ട്രെയിൻ ചെയ്തെടുത്ത കാര്യങ്ങളാണ്. പിന്നെ പലരുടെയും ശിഷ്യനായിട്ട് പോയി അങ്ങനെ ഒരു എക്സ്പീരിയൻസും കൂടി എനിക്കിതിലുണ്ട്. കൂടുതലും ക്യാരക്ടർ മേക്കപ്പും അതുപോലെ തന്നെ വെഡ്ഡിങ് മേക്കപ്പുകളും ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈ ഡെഫിനിഷൻ HD മേക്കപ്പ്, 4K മേക്കപ്പ്, ഇപ്പോഴുള്ള ട്രെൻഡുകളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കൂടുതലും ഇപ്പോൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വെഡ്ഡിങ് കൂടുതലും നമ്മളുടെ ഈ ഭാഗങ്ങളിലെല്ലാം ഔട്ട് ഓഫ് കെയറിലേക്കാണ് HD മേക്കപ്പ് 4K മേക്കപ്പ്, ഹെവി ആയിട്ടുള്ള മേക്കപ്പുകളൊക്കെ വരുന്നത് അവിടെയാണ്. അബിൽ, ഒരു ട്രാൻസ് പേഴ്സൺ എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിനോട് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ആക്ച്വലി ഈ സമൂഹത്തിൽ ഒരു സ്ത്രീക്കും പുരുഷനും ഉള്ള അതേ സമത്വം തന്നെ ഒരു ട്രാൻസ് പേഴ്സണും ഉണ്ട്. അത് ഒരു സ്ത്രീയിൽ നിന്ന് പുരുഷനാകുന്നതോ അല്ലെങ്കിൽ പുരുഷനിൽ നിന്ന് സ്ത്രീയാകുന്നതോ അതൊരു വലിയൊരു സംഭവമായിട്ട് കാണുക എന്നുള്ളതാണ് നമ്മളുടെ നാട്ടു നടപ്പ്. പക്ഷെ അതല്ല, ഇത് സർവ്വസാധാരണമായിട്ട് ഈ ലോകം ഉണ്ടായ കാലം മുതൽ ഉള്ളൊരു സംഭവമാണ് സ്ത്രീയും പുരുഷനും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സും. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മളുടെ പുരാണങ്ങളിലും അല്ലെങ്കിൽ പുരാണങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് കിന്നരന്മാർ, അങ്ങനെ എന്തോ, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, അങ്ങനെ എന്തോ ആണ്. ബൈബിളിലാണെങ്കിൽ ഷണ്ടന്മാർ എന്ന്, എല്ലായിടത്തും ഈ പറഞ്ഞ വേദങ്ങളിലാണെങ്കിലും എവിടെയും ഈ ഒരു കാറ്റഗറിയിൽ പെട്ടവരെ എപ്പോഴും അപമാനിക്കുന്ന വിധത്തിലുള്ള ഒരു സംഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പറയും അത്രയും അനാദികാലം, അത്രയും കാലപ്പഴക്കമുണ്ട് ഈ അപമാനം സഹിക്കുന്ന ഈ ഒരു ജനവിഭാഗത്തിൽ. അത് തന്നെയാണ് ഇത്രയും കാലം തുടർന്ന് കൊണ്ടുവന്നിരുന്നത്. പക്ഷെ ഇനി ഇപ്പോൾ കേരളത്തിലെങ്കിലും കുറച്ച് ഒരു ട്രാൻസ് പേഴ്സണിന് അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിച്ചു. അത് കുറേ ആളുകളുടെ എഫേർട്ടാണ്. അതിനുവേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേര് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ജീവൻ വരെ അതിനുവേണ്ടി കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കിട്ടുന്നത്. നമ്മളുടെ ഇനിയുള്ള തലമുറകളിൽ ഇങ്ങനെയുള്ള നമ്മളുടെ മക്കളും അല്ലെങ്കിൽ ചെറുമക്കളും ഇതുപോലെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വളരുമ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇങ്ങനെ ഒരു സ്ത്രൈണതയുള്ളൊരു ആൺകുട്ടിയെ കണ്ടാൽ അല്ലെങ്കിൽ പൗരുഷമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അവരെ പെണ്ണാക്കുവാനോ അല്ലെങ്കിൽ ആണാക്കുവാനോ ശ്രമിക്കാതെ അവരുടേതായിട്ടുള്ള തനതായ ശൈലിയിൽ വളർന്നു വരുവാൻ, അങ്ങനെ വളരുമ്പോൾ അവർക്ക് വ്യക്തിത്വം ഉണ്ടാകും. അവരുടെ കഴിവുകളിൽ അവർ 10 മടങ്ങ് ശക്തി കാണിക്കുകയും അവർക്ക് ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കണ്ണമാലി സ്വദേശി മാറുന്ന ലോകത്തോടൊപ്പം സഞ്ചരിച്ചു തുടങ്ങുന്ന സന്തോഷവുമായാണ് ചെല്ലാന മീഡിയ ഇന്നിവിടെ നിന്ന് മടങ്ങുന്നത്. ചെല്ലാന മീഡിയയോടൊപ്പം ഇത്രയും നേരം സഹകരിച്ച അബിൽ റോബിന് ചെല്ലാന മീഡിയയുടെ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. കൂടാതെ ഫാഷൻ ഡിസൈനിലും അതുപോലെ തന്നെ മേക്കപ്പ് മേഖലയിലും സിനിമയിലും ഒക്കെ നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ചെല്ലാന മീഡിയ. അപ്പോൾ എല്ലാ ക്രൂസിനും നന്ദി പറയുന്നു, പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട് ഉണ്ണിക്ക് നന്ദി പറയുന്നു, സോണിയ എല്ലാവർക്കും ഫുൾ ഓഫ് ഗു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് സോണിയ ജീഷ് ഫ്രം ചെല്ലാന മീഡിയ.